ജനത്തെയൊക്കെ മറന്നല്ല നാട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അധികാരികൾ അറിയണം, മരുന്ന് ക്ഷാമത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് കേരളത്തിലെ ജനത. ആരോഗ്യം ICUവിലാണ്. നമ്മളത് വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം എടുത്തുകൊണ്ട്, കാരണം ലക്ഷം ജനങ്ങളാണ് സർക്കാർ ആതുരാലയങ്ങളെ ആശ്രയിക്കുന്നത്. അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് നമ്മളെ ഞെട്ടിക്കുന്ന, കരളലിയിപ്പിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും പുറത്തേക്ക് വരുന്നത്. ഒരുപാട് റിപ്പോർട്ടുകൾ, ക്യാമ്പയിനുകളായി ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തോട്ട് വിട്ടിരുന്നു. അതിലൊക്കെ ഒരുപാട് യാതനകളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. അതിൽ 1-2 റിപ്പോർട്ട് പരാമർശിച്ച ശേഷം നമുക്ക് അതിഥികൾ ഉണ്ട്. ഒപ്പം പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ നിലപാടുകൾ വിളിച്ച് അറിയിക്കാനുള്ള ചില സംവിധാനവും കൂടിയുണ്ട്. ചില കഴിയുന്ന പ്രതികരണങ്ങൾ നമുക്ക് കൊടുക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കോവിഡും പനിയും പടർന്നു പിടിക്കുന്നതിനിടെ സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമം അതിരൂക്ഷമാണ്. അങ്ങനെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് പല മരുന്നുകളും ലഭിക്കുന്നില്ല. വലിയ വില കൊടുത്ത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നാണ് മരുന്ന് വാങ്ങുന്നത്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളായ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും കാരുണ്യ ഫാർമസികളിൽ പോലും മരുന്നുകൾ കിട്ടാനില്ല. റിപ്പോർട്ടിലേക്ക് ആദ്യം. കാട്ടാക്കട കള്ളിക്കാട് സ്വദേശി രാജേഷിന് വൃക്കരോഗത്തിനായി ഡോക്ടർ 10 മരുന്നുകളാണ് കുറിച്ചു നൽകിയത്. എന്നാൽ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഫാർമസിയിൽ നിന്ന് ലഭിച്ചതോ ആകെ 1 മരുന്ന് മാത്രം. ബാക്കി മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങാനാണ് രാജേഷിന്റെ അമ്മ സുജയ്ക്ക് കിട്ടിയ നിർദ്ദേശം. സ്വകാര്യ ഫാർമസികളിൽ നിന്ന് മരുന്ന് വാങ്ങണമെങ്കിൽ 8000-ലധികം രൂപ ചെലവാകും. പണമില്ലാത്തതിനാൽ മരുന്ന് വാങ്ങാതെ സുജ മകനുമായി മടങ്ങി. എത്ര മരുന്നായി കിട്ടിയത്? ഒരൈറ്റം. അത് വില കൂടിയ മരുന്നായോണ്ടായിരിക്കും ഇവിടെ ഇല്ലാത്തത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണേ? പുറത്തുനിന്ന് വേണം. ഹൃദ്രോഗിയായ കൊല്ലം കടക്കൽ സ്വദേശി നസീറിനും സമാന അനുഭവം തന്നെ. മൊത്തം 7 ഐറ്റം കൊണ്ടുണ്ട്. 8 ഐറ്റം ഉണ്ട്. ഒന്നും കിട്ടിയില്ല. 8 ഐറ്റത്തിൽ ഒന്നും കിട്ടിയില്ല. ഒരു ഗുളികയില്ലെന്ന്. ഇത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാത്രം കാര്യമല്ല, കാരുണ്യ ഫാർമസിയിലും മരുന്നുകൾ കിട്ടാനില്ല. ഇവിടെ 2 പേഴ്സണ് എഴുതി, അതിൽ ഒരു പേരിന് പൈസ കൊടുത്ത് മേടിച്ച് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇല്ലാന്ന് പുറത്തുനിന്ന്. ആന്റിബയോട്ടിക്കായ അമോക്സിലിൻ, ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾക്കുള്ള പാൻഡാപ്രസോൾ, എലിപ്പനിക്ക് നൽകുന്ന ഡോക്സിസൈക്ലിൻ, ജലദോഷത്തിനായുള്ള സിട്രസിൻ തുടങ്ങിയ മരുന്നുകൾ ആശുപത്രികളിൽ കിട്ടാക്കനിയാണ്. ഇതുകൂടാതെ കിഡ്നി, ഹൃദ്രോഗങ്ങൾക്കായുള്ള മരുന്നുകളും രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾക്കുള്ള മരുന്നുകളും ലഭിക്കുന്നില്ല എന്നതാണ് പരാതി. ആശുപത്രികളിലേക്ക് മരുന്നെത്തിക്കേണ്ട കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക തീർക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കുടിശ്ശിക തീർക്കാതെ മരുന്നെത്തിക്കാനാകില്ല എന്നതാണ് മരുന്ന് കമ്പനികളുടെ തീരുമാനം. 9ാമത്തെ നമ്പർ 1 കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ഇന്നത്തെ അവസ്ഥയാണിത്. ഫാർമസികളിൽ എത്തുന്ന രോഗികൾ മരുന്നില്ല എന്ന പല്ലവി കേട്ട് മടുത്തു. ഇനിയെങ്കിലും രോഗികളുടെ ഈ ബുദ്ധിമുട്ട് മന്ത്രി മനസ്സിലാക്കണം. പ്രശ്നത്തിന് ഉടനടി തന്നെ പരിഹാരം കാണണം. സജികുമാറിനൊപ്പം അഷ്ലി ജോയ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഒരു റിപ്പോർട്ട് കൂടി കാണാം. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഞങ്ങൾ കണ്ടത് മരുന്നിന് വേണ്ടി സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കുന്ന നിരവധി പേരെയാണ്. അവരാകട്ടെ സാധാരണക്കാരും അതിലും താഴെ പാവപ്പെട്ടവരുമായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്ന ആശുപത്രിയാണ് ബീച്ച് ആശുപത്രി. ഇവിടെ ഡോക്ടറെ കണ്ട് കുറിപ്പടി വാങ്ങി ഇവിടെ മരുന്ന് വാങ്ങാൻ നിൽക്കുമ്പോൾ ഉള്ളിൽ ആദിയാണ്. ഏതെല്ലാം മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും എന്നോർത്ത്. ബീച്ച് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കിട്ടണമെങ്കിലുള്ള പെടാപ്പാട് ചെറുതല്ല. ആദ്യം ടോക്കൺ എടുക്കാനുള്ള നീണ്ട വരി. മണിക്കൂറുകൾ താണ്ടി വേണം ഡോക്ടറുടെ അടുത്തെത്താൻ. മണിക്കൂറാണെങ്കിൽ ക്യൂ നിന്നിട്ടാണ് ഇതിനകത്ത് കയറുന്നത്. ഇത്ര സമയം ഇവിടെ നിന്നിട്ടാണ് പറയുന്നത്. കൗണ്ടറിലെത്തിപ്പോൾ ഒരു മരുന്നും ഇല്ലാതെ. ഇത്ര പ്രായമുള്ള ആളുകളെ ഞങ്ങളൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കാറ് എത്ര ബുദ്ധിമുട്ടാണ്. ഡോക്ടറെ കണ്ട് പരിശോധന കഴിഞ്ഞാലോ മരുന്നുകൾ പലതുമില്ല, പ്രത്യേകിച്ചും ആന്റിബയോട്ടിക്കുകൾ. ചേട്ടാ, ഇത് പാളയം സ്വദേശിയായ ബുഹാരി ചേട്ടനാണ്. ചേട്ടന് ഇവിടുന്ന് കുറിച്ചു കൊടുത്ത മരുന്നിൻ്റെ ലിസ്റ്റാണ്. നമുക്ക് ചോദിച്ചു നോക്കാം, ഈ മരുന്ന് ഇവിടെ ഉണ്ടോ, എന്താണ് സ്ഥിതിയെന്ന്. പുറത്തുനിന്ന് വാങ്ങണം.
ഏറ്റവും ചീപ്പസ്റ്റ് സാധനം ഇവിടെ അവൈലബിളാണ്. കുറച്ച് സാധനം ഇവിടെ കിട്ടുന്നില്ല. ഈ കിട്ടുന്ന തന്നെ ഇവിടെ ഇല്ലെങ്കിൽ വേറെ റീജിയനിൽ നിന്ന് അപ്പുറത്തുണ്ട്, അങ്ങോട്ട് വിടും. അവിടെ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിടും. ഇന്ന് എഴുതി തന്ന മരുന്നിൻ്റെ സീറ്റാണ്, ഒരു ഒറ്റ മരുന്ന് കൂടി ഇവിടെ ഇല്ലയെന്ന് പറയും. പക്ഷെ മന്ത്രി അവകാശപ്പെടുന്നത് എല്ലാ മരുന്നും എല്ലാ ജനറൽ ഹോസ്പിറ്റലിലും ഉണ്ടെന്നാണ്. വെറുതെ ഒന്നുകൂടെ സത്യം പറയാം, അല്ലാണ്ട് ഇങ്ങനെ ആളുകളെ പറ്റിച്ചിട്ടെന്താ കാര്യം? ഇതുവരെ ലൈനൊന്നും ആടെ എത്തിയപ്പോൾ പറയുന്നത് ഒരു മരുന്നും ഇല്ലയാണ്. എല്ലാം മരുന്ന് ഏതൊക്കെയാണ് ആദ്യം അവിടുന്ന് വരുമ്പോൾ ഇന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും സുഖമാണ്. കോഴിക്കോട് നഗരത്തിലെയും തീരപ്രദേശങ്ങളിലെയും സാധാരണക്കാരായ രോഗികളാണ് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി വരുന്നവരിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ അവർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതവും കൂടുതലാണ്. സാധാരണക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വാങ്ങാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങും. എൻ്റെ പല്ലിൻ്റെ കാണിക്കാനോ ഇവൻ്റെ കയ്യിൻ്റെ കാണിക്കാനോ പിന്നെ പുറത്തേക്കാണ് പറഞ്ഞിരിക്കണത്. അതിന് സ്കാനിങ്ങിന് എഴുതിന് അവിടെ ഇല്ലയെന്നു, ഇവിടെ ഉണ്ടാവില്ല. ഇനി 2 മരുന്ന് പുറത്തുനിന്ന് എഴുതിന്, 1 മരുന്ന് ഇവിടുന്ന് കിട്ടി. നല്ല വില ഉള്ളതൊന്നും അങ്ങനെ കിട്ടൂലെങ്കിലും സാധാ മരുന്നൊക്കെ കിട്ടും. ഇപ്പോൾ അതുമില്ല. ഇപ്പോൾ 2 പറഞ്ഞ ഒരു പാരസിറ്റമോൾ, ഒരു ഗ്യാസിൻ്റെ ഗുളിക ഉണ്ടാവും. എത്രയോ മാസങ്ങളായി മരുന്നും കാര്യങ്ങളൊന്നും എല്ലാം പുറത്തുനിന്ന്, എക്സ്റേ ആയാലും സ്കാനിങ് എല്ലാം പുറത്തുനിന്ന് അവിടെ ഇരിക്കണത്. എന്നാൽ മരുന്നുക്ഷാമത്തിന് ശാശ്വത പരിഹാരം കണ്ടുവരുന്നതായി ആശുപത്രി അധികൃതർ പറയുന്നു. ക്യാമറാമാൻ വിനോദ് മൊറാഴയ്ക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അതിഥികളായി നമ്മോടൊപ്പം ഡോക്ടർ SS ലാലും MK ഹരിദാസ്, ദി പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധിയാണ്. ശ്രീ SS ലാൽ, അതായത് അങ്ങേയറ്റം നിത്യച്ചെലവിന് പോലും നിവർത്തിയില്ലാതെ രോഗങ്ങളാൽ നരകിക്കുന്ന പാവപ്പെട്ടവരുടെ കണ്ണീര് കണ്ടാണ് മാതൃഭൂമി ന്യൂസ് ഒരു ക്യാമ്പയിനായി ഇത് ഏറ്റെടുത്തത്. മന്ത്രിയുടെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെട്ടു, അവസ്ഥ ചോദിച്ചു. അവിടെ നിന്നും ഞങ്ങളെ ബന്ധപ്പെട്ടു. അപ്പോഴൊക്കെ അവർ പറയുന്ന അങ്ങനെ ഒരു അവസ്ഥയേ ഇല്ല, നിങ്ങളിങ്ങനെ പാനിക്കാക്കരുത് ജനങ്ങളെ എന്നുള്ളതാണ്. പാനിക്കാക്കുകയാണോ ഡോക്ടർ SS ലാൽ? എന്താണ് യഥാർത്ഥ അവസ്ഥ? ഈ പാവങ്ങളൊക്കെ പറയുന്ന, കാരണം ജില്ലകൾ കോഴിക്കോട് റീജിയൻ, കൊച്ചി റീജിയൻ, തിരുവനന്തപുരം റീജിയൻ, അവിടേക്കുള്ള ആശുപത്രിയിലുള്ള ആളുകളുടെയൊക്കെ നമുക്കെല്ലാം എല്ലാവരെയും പോയി നമ്മൾ കണ്ട് അവരുടെ പ്രതികരണം എടുക്കുക ഒരുപക്ഷെ പ്രായോഗികമല്ല. എന്നാലും കിട്ടുന്ന പ്രതികരണങ്ങളൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ കള്ളം പറയാണോ ശ്രീ ലാൽ? ആദ്യം തന്നെ മാതൃഭൂമിക്കും മറ്റ് മാധ്യമങ്ങൾക്കും നന്ദി പറയട്ടെ. കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെപ്പോലെ പലരും ഈ പ്രശ്നം ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരു യഥാർത്ഥ പ്രശ്നമാണ്. ഇപ്പം ഞാൻ ആരോഗ്യരംഗത്ത് നിൽക്കുന്ന ആളാണ്. 40 വർഷമായി വിദ്യാർത്ഥിയായ കാലം തൊട്ട് തുടങ്ങുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് ആക്രമിച്ചു കളയും. ഈ വിഷയം ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല എന്ന് സർക്കാരും മന്ത്രിയും പറയുകയാണ്. ഇതൊരു വലിയൊരു ദുരന്തമാണ്. എന്താണെന്നറിയാം, ഇപ്പോൾ മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ സർക്കാർ ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ജനങ്ങൾ പോവുകയാണ് ആശുപത്രികളിലേക്ക്. സർക്കാർ ആശുപത്രിയിൽ എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ, രോഗമുള്ള ജനങ്ങളാണ് പോകുന്നത്, അവർ രോഗികളാണ് പോകുന്നത്. അവർ തെറ്റിദ്ധരിച്ച് അവിടെ പോയിട്ട് നിങ്ങളതിനെ കാണിക്കുന്നില്ലേ? ഇത് തന്നെയാണ് കേരളം മുഴുവനുള്ള അവസ്ഥ. ഇപ്പം മറ്റിപ്പോൾ വേറെ ഏതെങ്കിലും മേഖലയാണെങ്കിൽ എല്ലാം ഭദ്രമാണ്, എല്ലാം ശരിയായെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് സാധാരണ മനുഷ്യൻ്റെ പ്രശ്നമാണ്. ഇത് വളരെ വേദനയോടെയാണ് പറയുന്നത്. ഞങ്ങളെപ്പോലുള്ളവർ പറയുമ്പോൾ ഞങ്ങളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ ആക്രമിക്കാൻ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊരു ഗതികേടെന്ന് ആലോചിച്ച് നോക്ക്. ഭയന്നിട്ടാണ് ഒരുപാട് മെഡിക്കൽ അസോസിയേഷനുകളുടെ നേതാക്കന്മാർ പുറത്തൊന്നും പറയാത്ത, അവർക്കെല്ലാം ഭീഷണിയുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിൽ ഞാൻ കൃത്യമായി അറിഞ്ഞിട്ട് പറയുന്നതുകൊണ്ട് പറയുകയാണ്. ആരോഗ്യവകുപ്പിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കോ സംഘടന നേതാക്കൾക്ക് പോലും ഇത് പരസ്യമായി പറയാനുള്ള അനുവാദമില്ല. ആശുപത്രി സൂപ്രണ്ടുമാർക്കോ പ്രിൻസിപ്പൽമാർക്കോ ഇത് പറയാനുള്ള അനുവാദമില്ല. വളരെ ദയനീയമാണ്. കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തത്രയും മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. പറയുമ്പോൾ അത് വസ്തുത രജിസ്റ്റർ ചെയ്ത് പോകണം. കാരണം അങ്ങനെ ഒരു അധോലോക സംവിധാനത്തെ പോലെയാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനാവുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് പോലും. കാരണം എന്താണ് അങ്ങനെ? ഇതിന്റെ കാരണം എന്താണ്? റെക്ടിഫൈ ചെയ്യാൻ എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു? അങ്ങ് പറഞ്ഞതുപോലെ ബാക്കിയുള്ള മേഖലകളിലൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ക്ഷമിച്ചു കളയാം. ഇതിപ്പോൾ പറയുന്നത് കേന്ദ്ര ഫണ്ട്, കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല എന്ന ഒരു കാര്യം പറയുന്നു. NHMുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ട സമയം കഴിഞ്ഞു, കിട്ടേണ്ട നമുക്കുള്ള വിഹിതം ലഭിക്കുന്നില്ല. പക്ഷെ അതിനുവേണ്ടിയൊക്കെ കാത്തിരുന്ന ആള് തീർന്നു പോകും സാർ. അങ്ങനെയുള്ള ഗതികേട് പാവങ്ങൾ ഇങ്ങനെ പടുകുഴിയിൽ പെടാപാട് വിടുമ്പോൾ ഇങ്ങനെയൊക്കെ പല്ലവികൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുമോ? റെക്ടിഫൈ ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ലാൽ? ഞാൻ കഴിഞ്ഞ 40 വർഷമായിട്ട് മെഡിക്കൽ രംഗത്ത് കണ്ട ഏറ്റവും മോശമായ അവസ്ഥയാണ്. അതിനകത്ത് വളരെ ആത്മാർത്ഥം, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക്, ഒരു പൊതുജനാരോഗ്യ പ്രവർത്തന നിലയ്ക്ക് പറയുകയാണ്, ഇത്രയും മോശമായിട്ട് അവസ്ഥ ഉണ്ടായിട്ടില്ല. ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് സമ്മതിക്കണം. ഈ രോഗികൾ, നിങ്ങൾ കൊണ്ട് ടെലിവിഷൻ കാണിക്കുന്ന മുഴുവൻ രോഗികളും നാട്ടുകാരും പറയുന്നില്ലേ മരുന്നില്ല എന്ന്. ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത്? നിങ്ങളെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചല്ലോ, വഴി കണ്ട ജനങ്ങളോട് ചോദിക്കുകയല്ലേ. ഇതാണ് യാഥാർത്ഥ്യം. ഇന്നലെയും മെനഞ്ഞാന്നും എല്ലാ ദിവസവും ഇന്നുൾപ്പെടെ എല്ലാ നിമിഷവും വരുന്ന ഫോൺ ഏതെങ്കിലും രോഗിയുടെ ആയിരിക്കും, ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ആയിരിക്കും. സർക്കാർ ആശുപത്രിയിൽ സംവിധാനം ഇല്ല എന്ന് പറയും. 2 സംവിധാനമാണ് ഉള്ളത്.
ഒന്ന് KMSR ഇത് വരുന്ന അത് 200-400 കോടിയൊക്കെ ആയിട്ട് ഇപ്പോൾ അതിൻ്റെ കടം കിടക്കുകയാണ്. പിന്നെ ഈ നമ്മുടെ ഈ ആശുപത്രികളിൽ കിടത്തി ചികിത്സിക്കേണ്ട രോഗികൾക്ക് അവർക്ക് കൊടുക്കേണ്ട സംവിധാനം, അതിലും 1000 കോടിയോളം ഇവർക്ക് കടം കൊടുക്കാനുണ്ട്. ഇതുകൊണ്ട് സാധനങ്ങൾ ലഭ്യമല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാൻ പഠിച്ച സർക്കാർ മെഡിക്കൽ കോളേജ് ധർമാശുപത്രി എന്നറിയപ്പെടുന്നത്, അവിടെ പോലും മരുന്നുകളില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഉടനെ ശരിയാക്കില്ല. പാരസെറ്റമോൾ പോലും കിട്ടാനില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ഗതികേടാണ് ഇവിടെ. തീർച്ചയായും ഇത് ഗവൺമെൻറ് ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. എനിക്കത് മെഡിക്കൽ കോളേജ് അധ്യാപകരെന്ന് സുഹൃത്തുക്കളെന്ന് അറിയാം. ഈ കോവിഡ് വന്നതിന് ശേഷം ജനങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. അതുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ 30-40% അധികം രോഗികളാണ് വരുന്നത്. ഇത് നേരത്തെ കണ്ട് ഇതിന് ഇൻറ്റൻറ്റ് കൊടുക്കണം, നേരത്തെ പ്രിഡിക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് മരുന്നുകൾ സംഭരിക്കണം. അത് സംഭവിച്ചിട്ടില്ല. അത് കെടുകാര്യസ്ഥയാണ്, മാനേജ്മെൻറ്റ് പരാജയമാണ്. ഇത് കൂടാതെ സ്വകാര്യ ആശുപത്രികളിലോ ഈ ഗവൺമെൻറ് ആശുപത്രികളിലെ പ്രശ്നം കാരണം ഒന്നുകിൽ അവിടെ പോയിട്ട് പ്രൈവറ്റ് ആശുപത്രി എത്തുന്നവർ, അല്ലെങ്കിൽ അവിടെ പോകാതെ തന്നെ പ്രൈവറ്റ് ആശുപത്രികളിൽ എത്തുന്നവർ. ഈ കോവിഡിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കറിയില്ല. ഒരു ഗവേഷണത്തിൽ ഒരു ഡേറ്റ ഗവൺമെന്റ് തരാതെ മുക്കി വെച്ചിരിക്കുന്ന അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. തീർച്ചയായും അതാണ് അവസ്ഥ. ശ്രീ എം കെ ഹരിദാസ്, ഈ സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ് ശ്രീ ഹരിദാസ്? പാവപ്പെട്ടവനിങ്ങനെ അവന്റെ കണ്ണീര് കണ്ട് അത് നമുക്ക് എത്ര ദിവസം അത് തള്ളി നീക്കാൻ കഴിയുമെന്ന് അറിയില്ല. അത്രത്തോളം ഗതികേടിലായതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് അവരെ അന്വേഷിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഓരോ ആശുപത്രിയിൽ നമുക്ക് കഴിയുന്ന ആശുപത്രിയിലൊക്കെ പോയി നമ്മൾ ആ റിപ്പോർട്ട് തേടുകയും അത് ജനമധ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഇവിടെ ഒരു അലിവുണ്ടാകണം, മനസ്സലിവുണ്ടാകണം. അങ്ങനെ ഒരു അലിവ് എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ പോകുന്നത്? ആരോഗ്യമന്ത്രിക്ക് ഒന്നുകിൽ യഥാർത്ഥ വസ്തുത പറയാം, തുറന്നു പറയാം, ഇതാണ് ഞങ്ങളുടെ അവസ്ഥ, ഇതാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ അത് പറയാതെ ന്യായീകരിക്കുന്നത് എന്തിനാണ്? അവരുടെ പക്ഷം പറഞ്ഞില്ലേ, ഈ ആടി ഉലയുന്ന കപ്പൽ, ഈ കപ്പൽ ആടി ഉലയില്ല. ഇതിനെ നയിക്കാൻ, അതായത് ഒരു സ്തുതിപാഠക വൃന്ദത്തിനെ കൊണ്ടു നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അതിന്റെ ദോഷങ്ങളാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുന്നവർ മുഴുവനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണെന്ന് മുദ്ര കുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ ഈ എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് സത്യമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അവരെ അധിക്ഷേപിക്കുക. ഇവിടെ നോക്കൂ, ഈ സ്റ്റെന്റ് എന്ന് പറയുന്ന ഈ മറ്റേ ഹൃദയശാസ്ത്രജ്ഞയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉപകരണം കിട്ടാതായിട്ട് 6 മാസമായിട്ടുണ്ട്. എനിക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിട്ടുള്ള വിവരമാണ്. 3 മെഡിക്കൽ കോളേജുകൾ ഈ ഒരു പാർട്സ്, ഈ ഒരു സ്റ്റെന്റ് എന്ന് പറയുന്ന സാധനം കിട്ടാത്തതിന്റെ മുകളിൽ ചുരുങ്ങിയത് 50-100 ശസ്ത്രക്രിയകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഈയിടെ എനിക്കൊരു TT എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് സെന്ററിൽ പോയി, ഇവിടെ എറണാകുളത്ത് ഒരു ഹെൽത്ത് സെന്ററിൽ. ആ TT എടുത്തു കഴിഞ്ഞിട്ട് അവർ തന്ന പഞ്ഞിക്ക് അപ്പുറം ഞാൻ കുറച്ചുകൂടി പഞ്ഞി എടുത്തപ്പോൾ ആ നേഴ്സ് പറഞ്ഞത് എന്താണെന്നറിയോ? സാറേ അധികം എടുക്കരുത്, പഞ്ഞിക്ക് അങ്ങേയറ്റം ക്ഷാമമാണ്. ഇതാണ് ഇവിടുത്തെ ആരോഗ്യത്തിൽ നമ്പർ 1 ആയിട്ടുള്ള കേരളത്തിലെ അവസ്ഥ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഇല്ലാതെ പോയതാണ് ജനങ്ങളുടെ ഗതികേട്. ഒന്ന് ആലോചിച്ചു. കാരണം നമ്മൾ പലപ്പോഴായി കോടതിയിലേക്ക് പോകേണ്ട അവസ്ഥയാണ് പല കാര്യങ്ങൾക്കും. കാരണം കോടതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവില്ലേ എന്ന് പോലും പലപ്പോഴും കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരം അവസ്ഥകളിൽ പോലും നമുക്ക് കോടതികളിൽ പോലും അഭയം തേടേണ്ട അവസ്ഥ, അല്ലാതെ ഒരു തിരിഞ്ഞു നോക്കാനുള്ള ഒരു മനോഭാവം, യാഥാർത്ഥ്യം ഇതാണ്. അതും ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു നിസ്സംഗതയും അല്ലെങ്കിൽ ഒരു ലാഘവത്തോടുകൂടി ഉള്ള നിലപാടുകൾ, അത് ശരിയാണോ തുടരുന്നത്? ശരിയല്ല. മാനവരാശിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആരോഗ്യത്തെ ആസ്പദപ്പെടുത്തിയാണ്. ഒരു സർക്കാരിന്റെ പ്രാഥമികമായ ചുമതലയാണ് അവന്റെ ആരോഗ്യസ്ഥിതി ഉറപ്പുവരുത്തിയിട്ട് മുൻപോട്ട് പോകുക. ഈ സർക്കാരിന് താങ്കൾ എന്നോട് ആദ്യം ചോദിച്ചതിലേക്ക് വരികയായിരുന്നു ഞാൻ. എന്താണ് പ്രയോറിറ്റി എന്ന് തിരിച്ചറിയാത്ത ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. അതിന്റെ പ്രഥമ ഉദാഹരണമാണ് കഴിഞ്ഞ ഓണം വാരാഘോഷത്തിന് ഈ സർക്കാർ ചെലവഴിച്ചത് 10 കോടി രൂപയാണ്. എന്താണ് അതുകൊണ്ട്? ഒരു നഗരം ഇലക്ട്രിഫിക്കേഷൻ ചെയ്തതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് ഉണ്ടായിട്ടുള്ളത്? ക്ഷേമ പെൻഷൻ കിട്ടാനില്ലാത്ത ജനം, അവൻ വേറെ ഈ സർക്കാർ ആശുപത്രിയിലേക്കല്ലാതെ എങ്ങോട്ടാണ് പോകുക? സ്വകാര്യ ആശുപത്രികളുടെ കാരുണ്യ എന്ന് പറയുന്ന പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങിയിട്ടുള്ള വാർത്തയല്ലേ ഇന്നലും മിനിഞ്ഞാന്നുമായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനം അവന്റെ പനി വന്നാൽ, അവനെ ഒരു ഹൃദയ സംബന്ധമായ അസുഖം വന്നാൽ, അവന് ക്യാൻസർ വന്നാൽ, അവന് കിഡ്നി അസുഖം വന്നാൽ, നോക്കൂ, പെരിട്ടോണിയൽ ഡയാലിസിസിന്റെ ഉപകരണം കിട്ടാതായിട്ട് 15 ദിവസമായി. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല എന്ന് നടിക്കുന്ന ഒരു സർക്കാരിന്റെ ഈ അനാസ്ഥയ്ക്കെതിരെ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പക്ഷേ ശ്രീ ഹരിദാസ്, ഒരു യാഥാർത്ഥ്യമുണ്ട്. സംസ്ഥാനത്തോട് ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ, ആ കേന്ദ്ര സർക്കാർ കിട്ടേണ്ട ഫണ്ട് പോലും നൽകുന്നില്ല ഈ നാഷണൽ ഹെൽത്ത് മിഷൻ വഴി.
അപ്പോൾ അതുകൂടി കിട്ടിയാൽ കൈത്താങ്ങാകുമായിരുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതും ഒരു യാഥാർത്ഥ്യമല്ലേ? എന്താണ് ഈ കേന്ദ്രത്തിനെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കുറ്റം പറയുന്നതിനാണോ ഞങ്ങൾ വരും എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇവർ അധികാരത്തിൽ കയറിയത്? 13 സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ല, അത് ജനങ്ങൾ സഹിക്കണം. മെഡിക്കൽ ഷോപ്പുകളിൽ സർക്കാർ ആശുപത്രികളിലൂടെ കിട്ടേണ്ട മരുന്നുകൾ കിട്ടാനില്ല, അത് ജനം സഹിക്കണം. ഇവർ കൂട്ടുന്ന എല്ലാ നികുതിയും ഇവർ കൂട്ടുന്ന എല്ലാ വിലക്കയറ്റവും ജനങ്ങൾ സഹിക്കണം. പിന്നെ എന്തിനാണ് ഇടതുപക്ഷം വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് ഇവർ അധികാരത്തിൽ കയറിയത്? ഇവർ ഈ ഹൈക്കോടതി ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. മറ്റെല്ലാ കാര്യങ്ങൾക്കും ഇവരുടെ കയ്യിൽ ദൂർത്തടിക്കാൻ പണമുണ്ടല്ലോ. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നും ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ വസ്തുക്കളും കൃത്യമായി എത്തിക്കാൻ മാത്രം ഈ സർക്കാരിനാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജിവെച്ച് പോകുകയല്ലേ വരുന്നത്? ഇതിനേക്കാൾ നല്ലത്. ഇത്രയും കഴിവുകെട്ട ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും കഴിവുകെട്ട ഒരു സർക്കാർ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ആരോഗ്യ മേഖല അങ്ങേയറ്റം തകർന്നടിഞ്ഞ സമയത്താണ് ജനങ്ങളെ ഉദ്ഘോഷിക്കാൻ വേണ്ടി നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ഇറക്കിയത് കൊണ്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? വളരെയധികം ചിന്തിച്ച് ഈ സർക്കാർ മുൻപോട്ട് പോകേണ്ട സമയമാണ്. കാരണം ജനങ്ങൾക്ക് അത്യാവശ്യം സർക്കാർ ആശുപത്രികളിൽ നിന്ന് കിട്ടണ്ട. ഇവിടെ നിങ്ങളുടെ പ്രതികരണത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ പറയുന്നത് കേട്ടു, എന്നായാലും മുഴുവൻ മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ നിന്നും കിട്ടിയിട്ടുള്ള ചരിത്രമില്ല. 6 or 7 മരുന്നുകൾ എഴുതി കഴിഞ്ഞാൽ എന്തിനെ പ്രതീക്ഷ നിങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ഇൻസുലിൻ കിട്ടാനില്ല. ഇൻസുലിന്റെ വില എന്താണ്? ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഒരു ഇൻസുലിൻ പോലും ജനങ്ങൾക്ക് കൃത്യമായിട്ട് നൽകാൻ കഴിയാത്ത ഈ സർക്കാർ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? ജനങ്ങൾ ആശങ്കാകുലരാണ്. ആ ആശങ്കയുടെ ഏറ്റവും വലിയ നല്ലൊരു ക്യാമ്പയിനാണ് നിങ്ങൾ ഈ നടത്തുന്നത്. ഇത് നിങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണം ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് എല്ലാം കൊടുക്കാൻ കഴിയില്ലെങ്കിലും കൃത്യത ഉള്ള സമയത്ത് കൊടുക്കാം. നളിനി, തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രേക്ഷക ഉണ്ട്. നളിനി, പറഞ്ഞോളൂ. സാർ, ഞാന് 2015 മുതൽ RCCയിലെ ചികിത്സയിലാ. ഞാന് 38-40 വർഷം കശുവണ്ടി ഫാക്ടറി തൊഴിലാളി ആയിരുന്നു. 2015 ഇറങ്ങിയപ്പോൾ അവർ ESA പോലും എനിക്ക് തന്നില്ല. ഇന്ന് ലിവറിന്റെ മരുന്നിന് എനിക്ക് കരൾ രോഗമൊക്കെ ഉണ്ട്. എത്രയെങ്കിലും രൂപയാണ്. എനിക്ക് ഭർത്താവ് സുഖമല്ലാതെ കിടക്കുകയാണ്, കണ്ണിന് കാഴ്ച കുറഞ്ഞു, ഞങ്ങൾക്ക് മക്കളില്ല. ഇവര് തരാനുള്ള പെൻഷൻ പോലും തരാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാർ? മരുന്നാവും മുടങ്ങി, അത് പോട്ടെ. ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ അവസ്ഥ. അവർ ഒരു മരുന്ന്, ഒരു പനിയുടെ മരുന്ന് പോലും എനിക്ക് തന്നിട്ടില്ല ഒരു സ്ഥലത്തുനിന്നും. തീർച്ചയായും നളിനി വ്യക്തമാണ്. ചന്ദ്രൻ, തിരുവനന്തപുരത്ത് ഒരു പ്രേക്ഷകനുണ്ട്. ചന്ദ്രൻ, പറഞ്ഞോളൂ. സാർ, ഇവിടുത്തെ കാര്യം വളരെ ദയനീയമാണ് സാർ. ആ സ്ത്രീയുടെ ആ സംസാരം കേട്ടില്ലേ, അവരുടെ ദയനീയാവസ്ഥ. അതുപോലെ തന്നെ സാർ, എത്രയോ പേര് ഏതായാലും മാതൃഭൂമി ഈ സംഗതികൾ പുറം ലോകത്ത് അറിയിച്ച് മരുന്നിന് വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രിയെ സമീപിക്കേണ്ട ആവശ്യമില്ലെന്ന് രോഗികൾ മനസ്സിലാക്കേണ്ട ഒരു സ്ഥിതിയാണ് സാർ. എന്തിനാണ് സാർ ഈ സർക്കാർ ഈ ജനങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാതെ, ഒട്ടും ശ്രദ്ധിക്കാത്തൊരവസ്ഥയാണ്. ഏതായാലും ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, ഒട്ടും ശ്രദ്ധിക്കാത്തൊരവസ്ഥയാണ് സാർ. തീർച്ചയായും. രവി, കാസർഗോഡ് എന്നൊരു പ്രേക്ഷകൻ. രവി, പറഞ്ഞോളൂ. സാർ, ഇത് ഭയങ്കര കഷ്ടം തന്നെ സാർ. നമ്മളൊരുപാട്, ഞാനൊരു 1976 പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കൊണ്ട് തല്ലുകൊണ്ട ഒരു വ്യക്തിയും കൂടിയാണ്. കഷ്ടം. ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ലോകത്തിൽ ഉണ്ടാവില്ല. ഇനി വേണ്ട, ഈ ഗവൺമെന്റ് ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത അവസ്ഥ. എന്തെന്നാണ് സംഭവിക്കുന്നത്? നമുക്കൊന്നും ആർക്കും ഒരു ദിവസം നിങ്ങൾക്കൊന്ന് കോടതി പോയി കൂടെ? കോടതിയില്ല. കോടതി ഇങ്ങനെ പറയുമ്പോ ഇതിനൊക്കെ കോടതി ഇടപെടുക എന്ന് പറഞ്ഞാൽ തന്നെ രവി അങ്ങേയറ്റം ഗതികേടാണ്. കാരണം പിന്നെ ഈ സർക്കാർ വേണ്ടല്ലോ. സദാനന്ദൻ, കായംകുളത്ത് നിന്ന് ഒരു പ്രേക്ഷകനുണ്ട്. സദാനന്ദൻ, പറഞ്ഞോളൂ. ആദ്യമേ നമ്മളെ ഭരിക്കുന്നവർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അല്ലാത്തവരെ തെരഞ്ഞെടുത്താൽ ഇതൊക്കെ നാളെ അനുഭവിക്കേണ്ടി വരും. പള്ളിക്കുറിച്ച് പോകാത്തവരെ ഭരിക്കാൻ ഏൽപ്പിച്ചാൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലാതെ സംഭവിക്കുന്നത്. ശരി, സദാനന്ദൻ കായംകുളത്ത്. വളരെ നന്ദി. ശ്രീ SS ലാല്, കാരണം എന്തായാലും ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യം തുറഞ്ഞ് പറയേണ്ടതല്ലേ? കാരണം ഇത്രയുമാണ് അവസ്ഥ, ഓരോ ജില്ലകളിലും അവസ്ഥ. അത് ആരെയും നമ്മൾ കെട്ടി എഴുന്നള്ളിക്കുന്നതോ മറ്റോ ഒന്നുമല്ല. നമുക്ക് അല്ലെങ്കിൽ ഈ ആരോഗ്യ മേഖലയിലെങ്കിലും ഒരു കരുതൽ, ഒരു മരുന്നിനെങ്കിലും ഒരു തിരിഞ്ഞു നോട്ടം അത് വേണ്ടതല്ലേ? സർക്കാർ എന്താണ് യാഥാർത്ഥ്യമെന്ന് തുറന്ന് പറയേണ്ടതല്ലേ? തീർച്ചയായിട്ടും എനിക്ക് ആരോഗ്യമന്ത്രിയുടെ സഹതാപമാണ്. കേരളത്തിലെ മുഴുവൻ പേർക്ക് അറിയാവുന്ന ഒരു കാര്യം ആരോഗ്യമന്ത്രിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അവർക്ക് കാര്യം അറിയാമെന്ന് എനിക്കറിയാം, അത് രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങളായിരിക്കും. പക്ഷേ ഇത് ഞാൻ പറയുന്നത് മറുവശത്ത് ജനങ്ങളാണെന്ന് നോക്കണം. ഞാൻ ആരോഗ്യ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനുമാണ്.
ദിവസവും കിട്ടുന്ന ഫോൺ കോളുകൾ ഇട്ട് ഞെട്ടിപ്പോവും. വഴിയിൽ വണ്ടി ഇടിച്ചിട്ട് ആശുപത്രിയിലായി പോയ ഒരാൾ, അയാളുടെ കാലൊടിഞ്ഞ്, പോക്കറ്റ് 10 രൂപ പോലും ഇല്ല. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്, ഞാൻ പഠിച്ച ആശുപത്രിയാണ്, കോളേജാണ്, ധർമ്മാശുപത്രി എന്നാണ് അറിയപ്പെടുന്നത്. പാവപ്പെട്ടവൻ അവിടെ ചെന്ന് കാലൊടിഞ്ഞു, അതിനകത്ത് കമ്പിയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കമ്പിയിട്ട് പെട്ടെന്ന് ശരിയാക്കണം. അയാൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന തുണ്ടിലെ കമ്പി വാങ്ങുന്നത് 15,000 രൂപയാണ്. അയാൾ പറയുന്നത് 15,000 ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല എന്ന്. ഇത് കേരളത്തിലെ യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ആവശ്യത്തിന് സ്റ്റാഫില്ല. കോവിഡ് സമയത്ത് 1200 പേർ വേണമെന്ന് പറഞ്ഞാണ്, ഇതുവരെ കൊടുത്തിട്ടില്ല. പലയിടത്തും ഒഴിവുകളുണ്ട്. എനിക്കറിയാവുന്ന പ്രൊഫസർമാർ ആശുപത്രിയിൽ ഓപ്പറേഷൻ ഉപകരണങ്ങളില്ലാത്തതുകൊണ്ട് അവർ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് വൈകുന്നേരം കഴുകി വീട്ടിൽ കൊണ്ടുപോകാൻ. ഇത്രയും വലിയ കെടുകാര്യസ്ഥയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലായിടത്തും ഉണ്ടാവും, അത് പറഞ്ഞുകൂടെ? പിന്നെ യുദ്ധം നടക്കുന്നിടത്ത് പോലും ചികിത്സയ്ക്കാണ് പ്രാധാന്യം. ഇവിടെ കൊട്ടിക്കോഴിച്ച് യാത്ര നടത്താനായിട്ട്, സകല ഉത്സവം നടത്താനായിട്ട് പൈസ ഉള്ള സർക്കാർ സാധാരണക്കാരന് പാരസെറ്റമോൾ ഗുളി വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദകേടാണത്. അതെങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? കേരളത്തിൽ മുഴുവൻ ഇവരാരെങ്കിലും രാഷ്ട്രീയക്കാരാണോ? നിങ്ങളുടെ ടെലിവിഷൻ ക്യാമറ നോക്കി മരുന്നില്ല, നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ രോഗികളാണ്, പാവങ്ങളാണ്, നിവൃത്തിയില്ലാത്തവരാണ്. എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ കേരളത്തിൽ ആൾക്കാർ സ്വകാര്യ ആശുപത്രിയിലാണ് പോകുന്നത്. 70% പേരും കേരളത്തിലെ ജനങ്ങൾ ഉള്ളതുമൊക്കെ വിറ്റും പണയം വെച്ച് സ്വകാര്യ ആശുപത്രിയിൽ പോവുകയാണ്. 30% പേരാണ് അവിടെ കാറ്റർ ചെയ്യുന്നത് സർക്കാർ ആശുപത്രികളിൽ. അതാണ് യാഥാർത്ഥ്യം. അവിടെ ഗവൺമെൻറ് പറഞ്ഞ് വിശ്വസിച്ചിട്ടാണ് വരുന്നത്. പ്രശ്നങ്ങളുടെ നാട്ടുകാർ പറയുമ്പോൾ, ടെലിവിഷൻകാർ പറയുമ്പോൾ മന്ത്രി പറയാണ് പ്രശ്നമില്ലാന്ന്. ഈ പാവപ്പിടിച്ച മനുഷ്യരെല്ലാം അങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് പോയില്ലേ? പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയുന്നത് എൻ്റെ ചുറ്റുമുള്ളവരുടെ പ്രശ്നമാണ് പറയുന്നത്. ഞാൻ മനുഷ്യരെ കണ്ടിട്ടാണ് പറയുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം പോലും ഈ പറയുന്നതിനകത്ത്. ഏത് മന്ത്രിസഭയാണെങ്കിലും ഒരു ആരോഗ്യ പ്രവർത്തകർ എനിക്ക് പറയേണ്ടി വന്നത്. ആദ്യമായിട്ട് ഇത് യാഥാർത്ഥ്യം അംഗീകരിക്കുക. പിന്നെ ഏത് നാട്ടിലും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും മുൻതൂക്കം കൊടുക്കുന്ന നാടാണ് നന്നാവുന്നത്. അതിപ്പോൾ ഒരു പ്രേക്ഷകൻ പറഞ്ഞ് ശരി തന്നെയാണ്, ഞാൻ വിശദാംശങ്ങളെ കടക്കുന്നില്ല. പക്ഷേ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും മികച്ച ആൾക്കാരെ കൊണ്ടുവരണം. ഇനി ആരോഗ്യരംഗത്ത് ഒരു പ്രശ്നങ്ങൾ ഞാൻ പറയും 40 വർഷമായിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന ആളാണ്. വിദ്യാർത്ഥിയായ ആദ്യ ദിവസം തൊട്ട് കേരളത്തിൽ ആരോഗ്യരംഗത്തെ ഇത്രയും തകർത്ത് കളഞ്ഞൊരു സർക്കാർ ഉണ്ടായിട്ടില്ല. പല സർക്കാരുകൾക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഈ സർക്കാരും ചിലതൊക്കെ നല്ല ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതിന് വേറെ കാര്യം. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ ഇടതുമുന്നണി ഗവൺമെൻറ് സമയത്തും ഉണ്ടായി, ഈ ആരോഗ്യമന്ത്രിമാരുടെ വൺ മാൻ ഷോ ആയിട്ട് ആരോഗ്യവകുപ്പിനെ മാറ്റിക്കളഞ്ഞു. അത് അപകടമാണ്. ഇവിടെ ഗവർണർ ഭരണമുള്ളപ്പോഴും ആരോഗ്യവകുപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പാണ് കേരളത്തിൽ 2ാമത്തെ ഏറ്റവും വലിയ വകുപ്പ്. 50,000-ലധികം സ്റ്റാഫുണ്ട്. ഇവർക്ക് പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനം മാത്രമാണ് ഈ മന്ത്രി. ഇവിടെ മന്ത്രിമാരാണ് തീരുമാനം എടുക്കുന്നത്. ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് സംസാരിക്കാറുണ്ടോ? നിങ്ങൾക്കറിയോ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആരാണെന്ന്? ബാക്കി വകുപ്പുകളുടെ ഡയറക്ടർമാരെ അറിയില്ലേ? 2 വർഷം കസര ഒഴിഞ്ഞു നടന്നു. ഞാനുൾപ്പെടെയുള്ള വേളം വെച്ചപ്പോഴാണ് ഒരാൾ ഫില്ല് ചെയ്തത്. ഒരാൾ ഇട്ടിട്ട് പോയ തന്നെ അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാത്തതുണ്ട്. അവരെ നോക്കുകുത്തിയാക്കിയിട്ട് നിർത്തിയിട്ട് കാഴ്ചക്കാരിയാക്കി നിർത്തിയിട്ട് മന്ത്രിമാർ തീരുമാനം എടുക്കുകയാണ്. എങ്ങനെയാണ് ആരോഗ്യമന്ത്രിയാകുന്ന ആദ്യ ദിവസം ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാകുന്നത്? മന്ത്രിമാർ പ്രഗത്ഭരാണ്, അവർ കഴിവുള്ളവരാണ്, രാഷ്ട്രീയക്കാരാണ്, അവർ വന്നോട്ടെ. പക്ഷേ ഈ വകുപ്പ് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഡയറക്ടറും 8-10 അഡീഷണൽ ഡയറക്ടർമാരും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും വലിയൊരു സംഘമാണ്. തീർച്ചയായും ഒരുപാട് യാഥാർത്ഥ്യങ്ങളാണ് ശ്രീ SS ലാല് പറയുന്നത്. ശ്രീ അവസാനമായി സമയക്കുറവുണ്ട്. ശ്രീ MK ഹരിദാസ്, ഒരു പൗരന്റെ ജീവനും സ്വത്തും അതിന് പരിഗണന കൊടുക്കുകയാണ് ഒരു സർക്കാരിൻ്റെ ഭരണകൂടൻ്റെ പരമപ്രധാനമായിട്ടുള്ള കടമ. പൗരനുണ്ടെങ്കിൽ, ജീവനുണ്ടെങ്കിൽ സ്വത്തുള്ളൂ. അപ്പോൾ ഈ യഥാർത്ഥമായിട്ടുള്ള വസ്തുത മനസ്സിലാക്കാതെ എന്തുകൊണ്ട് ഇടപെടുന്നു? എന്താണ് ഒരു കോർഡിനേഷൻ്റെ കുറവുണ്ടാകുന്നത് ഈ ആരോഗ്യവകുപ്പിൽ എന്നാണ് താങ്കൾ മനസ്സിലാകുന്നത്? നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു 8 മാസം മുമ്പ് ഒരു സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ സാരി കൊണ്ട് തലമറച്ചുകൊണ്ട് ഒരു പ്രിസ്ക്രിപ്ഷനുമായിട്ട് അവിടുത്തെ ഫാർമസിയിൽ പോയപ്പോൾ മരുന്നുകളൊന്നും ഇല്ലെന്ന് പറഞ്ഞതിന് അവർ വ്യക്തിയുമായിട്ടുള്ള വാർത്ത നിങ്ങളുടെ മാതൃഭൂമി പത്രത്തിൽ അടിച്ചു വന്നത് എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഇത് ഇന്നത്തെ ഒരു പ്രശ്നമല്ല എന്നുള്ളത് ഈ മന്ത്രിക്കും അറിയാം, ഈ ഗവൺമെന്റിനും അറിയാം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ വേണ്ടത്ര ഡോക്ടർമാരില്ല, സർക്കാർ ആശുപത്രികളിലും വേണ്ടത്ര ഡോക്ടർമാരില്ല. അപ്പൊ ഉള്ള ഡോക്ടർമാരെ മരുന്ന് എഴുതി കഴിഞ്ഞാൽ മരുന്ന് ഫാർമസിയിൽ നിന്ന് കിട്ടുന്നില്ല. ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർ നേരെ മറ്റേ സ്വകാര്യ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ കഴുത്തറപ്പൻ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കൃത്യമായി പാസ്സാക്കുന്നതിന്റെ പേരിൽ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും കൊള്ളയടിക്കുകയും ചെയ്യുകയാണ്. സത്യത്തിൽ പറഞ്ഞാൽ ആരോഗ്യത്തിൽ നമ്പർ 1 കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ആരോഗ്യ കാര്യത്തിൽ മറ്റ് പിന്നോക്ക സംസ്ഥാനങ്ങളെക്കാൾ അങ്ങേയറ്റം പുറകിൽ പോയിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം അധപ്പതിച്ചു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചെങ്കിൽ അത് ഈ സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു പിടിപ്പുകേടാണ്. ജനങ്ങളെ ആരോഗ്യ സംരക്ഷണവും അവന്റെ സ്വത്തും
സംരക്ഷിക്കേണ്ട ജനങ്ങള് നികുതി പണത്തിലൂടെ അവന്റെ കുത്തിന് പിടിച്ചുകൊണ്ട് വാങ്ങുന്ന പണത്തിന്റെ 1% പൈസയെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യ മരുന്നുകളെങ്കിലും സർക്കാർ ആശുപത്രികളുടെയും മറ്റേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഫാർമസികളിലേക്ക് എത്തിക്കാൻ കരുണ കാണിക്കണമെന്ന് ഇത്തരം ഒരു ചർച്ചയിലൂടെ ആവശ്യപ്പെടാനല്ലാതെ പ്രതീക്ഷ നമ്മളെപ്പോലുള്ളവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? എല്ലാ കാര്യങ്ങൾക്കും കോടതിയിൽ ഇവിടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്നോട് കുറ്റബോധം തോന്നി. എന്തുകൊണ്ട് കോടതി എന്താ ചെയ്യുക? ഈ സർക്കാരിനെതിരെ ഈ കേരള ഹൈക്കോടതിയിൽ ചുരുങ്ങിയത് ഒരു 250 പരാതികളായി എത്തിയിട്ടുണ്ട്. അതിനെതിരെ ശക്തമായിട്ട് കോടതി പ്രതികരിച്ചിട്ടുണ്ട്. ഈ സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും മരുന്നില്ലെന്ന് പറഞ്ഞ് നാളെ ഹൈക്കോടതിയിൽ പോയാൽ ഏറ്റവും ചുരുങ്ങിയത് അവിടുന്ന് ഒരു ഉത്തരവ് വരാൻ 6 മാസം വേണം. പ്രതീക്ഷ ചൂണ്ടിക്കാണിച്ച വിഷയം അങ്ങേയറ്റം പ്രാധാന്യമാണ്. ആരോഗ്യമുള്ള ജനങ്ങളുണ്ടെങ്കിലേ സർക്കാരുള്ളൂ, കേരളമുള്ളൂ. ആ ഒരു ബോധമില്ലാതെ സർക്കാർ ഈ കാണിക്കുന്ന ഉദാസീനത മാറ്റി. ശരി, അതിദയനീയമാണ് ശ്രീ എം കെ ഹരിദാസ്. ഡോക്ടർ SS ലാല് പ്രതികരിച്ചത് വളരെ നന്ദി. ഒപ്പം പ്രിയ പ്രേക്ഷകരും അവരുടെ അവസ്ഥകൾ തുറന്നു പറഞ്ഞു. എന്തായാലും ഒറ്റക്കാര്യമേ ഈ സർക്കാരിനോട് ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രിയോട് പറയാനുള്ളൂ. ഈ പാവപ്പെട്ട ജനതയ്ക്ക് മരണ വാറണ്ട് എഴുതരുതേ. അടിയന്തരമായി എന്തെങ്കിലും ഒരു കരുണ മനസ്സിലുണ്ടെങ്കിൽ, അലിവുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി ദയവായി ഒന്ന് ഇടപെടൂ. യാഥാർത്ഥ്യമല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കും.